ഹലോ ഹൈറിച്ച് ഫാമിലി, ഗുഡ് മോർണിംഗ്. ഏറ്റവും ആദ്യമായിട്ട് ദൈവത്തോട് നന്ദി പറയുകയാണ്. കാരണം ഇത്രയും അനുകൂലമായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്ന ഹോണറബിൾ ജഡ്ജ് മിസ്റ്റർ ദേവൻ രാമചന്ദ്രനോട് ഹൈറിച്ചിന്റെ കമ്മ്യൂണിറ്റി മാനേജ്മെന്റും വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇത് വളരെ അനുകൂലമായിട്ടുള്ള ഇടക്കാല വിധിയാണെങ്കിലും സത്യത്തിൽ ഇത് സത്യത്തിനു വേണ്ടിയുള്ള ഒരു വിധിയായിട്ട് നമ്മൾ ഇതിനെ കാണണം. ഹൈറിച്ച് കമ്മ്യൂണിറ്റി ക്രിസ്മസിന്റെ തൊട്ട് തലേ ദിവസം എല്ലാവരും ആഘോഷത്തിലാണെന്നറിയാം. എങ്കിലും നമ്മളെ പരിഭ്രാന്തരാക്കുന്ന ചില യൂട്യൂബേഴ്സും പിന്നെ നമ്മുടെ ex-MLA നമ്മുടെ കോടതി വിധി ഹൈറിച്ചിന് അനുകൂലമായിട്ട് വന്നതിന് ശേഷം ഒരു കൂട്ടം ആൾക്കാര് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഹൈറിച്ചിന്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ, പ്രത്യേകിച്ചും ബലഹീനരായ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി. അവര് വളരെയധികം സ്നേഹം നടിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിരന്തരം ഒരു ദിവസം 2-3 വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് നിലവിലെ കോടതി ഉത്തരവിന്റെ ചുരുക്കരൂപം? ജസ്റ്റ് അതിലേക്ക് മാത്രം ഒന്ന് വിരൽ ചൂണ്ടുന്ന ഒരു വീഡിയോ ആണ്. ഈ റിറ്റ് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് ആരാണ്? ഇതിൽ ഒന്നാം കക്ഷിയായിട്ട് വരുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയാണ്. രണ്ടാം കക്ഷിയാണ് നമ്മുടെ പ്രതാപൻ സാറ്. മൂന്നാമത്തെ വ്യക്തിയാണ് ശ്രീനാഥ് പ്രതാപ്. റെസ്പോണ്ടൻസ് 2 പേരാണ്. ഒന്ന് കേരള ഗവൺമെന്റ്, 2 ബഡ്സ് ആക്ടിന്റെ കമ്മീഷൻ. 2 ബോഡീസും തിരുവനന്തപുരം ബേസ്ഡ്. ആദ്യത്തെ കാര്യം ഞാൻ പോകുന്നത് പേജ് നമ്പർ 7ലേക്ക്. പേജ് നമ്പർ 7 A-B-C എന്ന രീതിയിൽ 3 ക്ലോസുകളും അല്ലെങ്കിൽ 3 ഉപക്ലോസുകളാണ് പേജ് നമ്പർ 7 കൊണ്ടുവന്നത്. അതിൽ A സ്വാഭാവികമായ കാര്യമാണ്. പക്ഷെ ഞാൻ എയിൽ പറയുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത്, ജഡ്ജ്മെന്റിൽ പറയുന്നത്, I give the liberty for the petitioner to operate liberally. മുകളിൽ പറഞ്ഞിരിക്കുന്ന തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ അനുവാദം കൊടുക്കുന്നതായിട്ടാണ് ക്ലോസ് എയിൽ വരുന്നത്. എന്നാൽ ക്ലോസ് ബിയിലോട്ട് പോകുമ്പോൾ കോടതി വീണ്ടും അവരെ വ്യക്തമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. I leave the liberty to the petitioners ആരൊക്കെയാണെന്ന് അറിയാം. To get liberty from the designated court, അഥവാ തൃശ്ശൂരിലുള്ള കോർട്ടിലേക്ക് ഈ ഇന്ററിം ഓർഡറിന്റെ കാലപരിധിക്കുള്ളിൽ ആ കോടതിയെ സമീപിക്കുവാനും അവിടുന്ന് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുവാനും, അതുകൂടാതെ ആ സൊല്യൂഷൻ കിട്ടുന്ന കാലയളവിന് മുമ്പായിട്ട് വീണ്ടും ഒരു ഇന്ററിം ഓർഡർ ശേഖരിക്കുവാനുള്ള ഒരു കാലപരിധിയാണ് ഹൈക്കോടതി നമുക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്നത്. ക്ലോസ് സിയിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും രസകരമായ കാര്യം, തെറ്റായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു ക്ലോസ് ഈ സി ആണ്. പക്ഷേ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാകുന്ന എല്ലാവർക്കും വ്യക്തമായിട്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. In order to enable the petitioners as aforesaid, മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇതിന് കൺസേൺഡ് ആയ കോർട്ടിൽ പോയിട്ട് ആവശ്യമായ ഇന്ററിം ഓർഡറോ വ്യക്തമായ ഓർഡറോ കൈപ്പറ്റുവാൻ വേണ്ടി ഹൈക്കോടതി എല്ലാ അനുവാദങ്ങളും കൊടുക്കുവാൻ വേണ്ടി ഒരു ക്ലോസ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതാണ് ക്ലോസ് സി. അതിലെ
ഏറ്റവും അവസാനത്തെ ലൈൻ നിങ്ങൾ വായിക്കണം. enabling the petitioners to operate solely. The last വാക്ക്, ആ പേജിലെ ലാസ്റ്റ് വാക്കാണ്. solely എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി. ആ വാക്കാണ് ബോധപൂർവം നമ്മുടെ യൂട്യൂബേഴ്സ് അവഗണിച്ചുകൊണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. To operate solely for their day-to-day activities. For their day-to-day activities എന്ന് പറഞ്ഞാൽ ഈ 3 കക്ഷികളുടെ day-to-day activities ആരൊക്കെയാണ്? ഒന്ന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്, 2 KD പ്രതാപൻ ആൻഡ് ശ്രീനാഥ് പ്രതാപൻ. ഇവരുടെ 3 പേരുടെയും day-to-day activities എന്ന് പറയുമ്പോൾ ഒന്നാം കക്ഷി ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന കമ്പനി തന്നെയല്ലേ. അപ്പോൾ കമ്പനിയുടെ day-to-day activities എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഡെയിലി പേ ഔട്ടുകൾ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ ഹൈറിച്ച് കമ്മ്യൂണിറ്റിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. വ്യക്തമായി ഈ ഓർഡർ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ഇതൊരു അനുകൂലമായ വിധിയാണ്. ഇപ്പോൾ ഹൈറിച്ചിന് വേണ്ടി ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന ഇന്ററിം ഓർഡർ എന്ന് പറയുന്നത് വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യം. പക്ഷേ നിഗൂഢ അജണ്ടകൾ വെച്ചുകൊണ്ട് നമ്മുടെ ex-MLAയും അതുപോലെ തന്നെ ചില യൂട്യൂബേഴ്സും അവരുടെ റേറ്റിംഗ് കൂട്ടുവാനോ പോപ്പുലാരിറ്റി കൂട്ടുവാനോ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം ശേഖരിച്ച് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിത്വങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. തെറ്റായ വാർത്തകൾ